നിങ്ങളുടെ ജിമെയിൽ ഐ ഡി, യൂട്യൂബ് ചാനൽ, ഗൂഗിൾ അക്കൗണ്ട് വളരെ സിമ്പിളായി ഹാക്ക് ചെയ്യപ്പെടാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രനാൾ കഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുക. നമ്മളുടെ ജിമെയിൽ ഐ ഡി, യൂട്യൂബ് ചാനൽ, ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ നമുക്ക് സേഫായി പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. ലെറ്റ്സ് സ്റ്റാർട്ട്. Computer and mobile tips, Android, iOS, Windows, website tips. Subscribe now. Press the bell icon. Never miss update. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി, പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങളെത്തുക. നിങ്ങളുടെ പേര്, അതുപോലെ പ്രൊഫൈലൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് കാണാം. ഹോം, പേഴ്സണൽ ഇൻഫോം, ഡാറ്റ, സെക്യൂരിറ്റി. ഇതിൽ നമുക്ക് സെക്യൂരിറ്റി സെലക്ട് ചെയ്യാം. രണ്ട് ഓപ്ഷനാണ് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടത്. ഒന്ന്, വി കീപ് യുവർ അക്കൗണ്ട് പ്രൊട്ടക്റ്റഡ്. അതുപോലെ തന്നെ സൈനിങ് ഇൻ ടു ഗൂഗിൾ. ഈ ഒരു ഓപ്ഷനുമാണ് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾക്ക് വി കീപ് യുവർ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ കളറിൽ ഒരു ടിക്ക് മാർക്ക് കാണാം. ഇങ്ങനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഓപ്ഷനിൽ പോയി ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ശേഷം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നിങ്ങളുടെ അക്കൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇതിൽ ഇപ്പോൾ ഒരു ഇഷ്യൂവും ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ കളറായി ടിക്ക് മാർക്ക് കാണിക്കുന്നത്. ആദ്യത്തെ യുവർ ഡ്രൈവ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾ ഏതൊക്കെ ഫോണിലാണ് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡിവൈസുകൾ കാണാം. ഒന്ന് ഐഫോൺ, അതുപോലെ തന്നെ മാക്ക്. ഈ രണ്ട് ഡിവൈസുകളും ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിൽ ആര് ലോഗിൻ ചെയ്താലും അവരുടെ ഡിവൈസ്, ലൊക്കേഷൻ, സമയം, ഇത് മൂന്നും കൃത്യമായി അവിടെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യുകയും പാസ്വേഡ് മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്ക് വരുന്നവരെ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ സോൾവ് ചെയ്യണം. രണ്ടാമതായി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഏതൊക്കെ ബ്രൗസറിലാണ് നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അതുപോലെ ലൊക്കേഷനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, റിക്കവറി ഓപ്ഷൻ. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ, മറ്റു ജിമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ അക്കൗണ്ട് പലപ്പോഴും പാസ്വേഡ് മറന്നാൽ, ഫോർഗെറ്റ് കൊടുത്താൽ ഒരു OTP വരും. അങ്ങനെയുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ആൻഡ് ജിമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാം. ശേഷം കണ്ടിന്യൂ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സൈൻ ഇൻ ടു ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷനും ഓഫായി എടുക്കുകയാണ്. യൂസ് യുവർ ഫോൺ ടു സൈൻ ഇൻ. ആ ഒരു സംഭവം നമ്മൾ ഓൺ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഓപ്പൺ ചെയ്യുക. സെറ്റ് ഇറ്റ് അപ്പ്, അത് ക്ലിക്ക് ചെയ്യുക. ജിമെയിൽ ഐ ഡി, പാസ്വേഡ് കൊടുത്ത് വീണ്ടും റീസൈൻ ചെയ്യുക. മുകൾ ഭാഗത്തായി ഒരു റെഡ് മാർക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ആപ്പ് സ്റ്റോർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. ശേഷം അത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി, പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം താഴെ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സെൻഡ് ഡ്രൈവ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെഡ് മാർക്ക് മാറി ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് കാണാം. അതിന് താഴെയായി നിങ്ങളുടെ മൊബൈൽ നെയിമും കാണാം. ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, യെസ് ഓർ നോ. ഇതിൽ നമ്മൾ യെസ് കൊടുത്താൽ ലോഗിൻ ചെയ്യാം, നോ കൊടുത്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ നമ്മളുടെ അക്കൗണ്ട് ആര് ലോഗിൻ ചെയ്താലും നമ്മുടെ മൊബൈലിൽ യെസ് അമർത്തിയില്ലെങ്കിൽ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ടേൺ ഓൺ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മറ്റു മൊബൈൽ ഫോണുകളും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ പഴയ പേജിലേക്ക് പോവുക. യൂസ് യുവർ ഫോൺ ടു സൈൻ ഇൻ ഓൺ ആയി കിടക്കുകയാണ്. നെക്സ്റ്റ്, ടു വെരിഫിക്കേഷൻ ഇവിടെ ഓഫായി കിടക്കുകയാണ്. ഇത് നമ്മൾ ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അത് ക്ലിക്ക് ചെയ്താൽ ശേഷം നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. വീണ്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങൾ എസ് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നെയിം ഇവിടെ കാണിക്കും. ട്രൈ നൗ കൊടുക്കുക. എസ് കൊടുക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക, സെൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു OTP കോഡ് വരും. ആ കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ടേൺ ഓഫ് ആയിട്ടുണ്ട് നമ്മളെ ഓപ്ഷൻ, അത് ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ട് സേഫ് ആയി കഴിഞ്ഞു. 2 ഓപ്ഷനും ഓൺ ആയിട്ടുണ്ട്. Till I get up, time is
what's left. The storms we chase are leading.